ജന്മിത്വത്തിനെതിരെയും ബൂർഷകൾക്കെതിരെയും പടപൊരുതി വീര്യകഥകൾ തീർത്ത ഞങ്ങളുടെ സർക്കാരിന്റെ 5 വർഷക്കാലത്തെ വികസന പെരുമഴയിൽ ഒരു നാഴികക്കല്ല് കൂടി. കരുതലിന്റെ കൈത്താങ്ങുമായി കരിങ്കുന്നം പഞ്ചായത്തിൽ നാട്ടുകാരുടെ ചിരകാലാഭിലാഷമായ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം മാർച്ച് 26 ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നിർവഹിക്കുന്ന വിവരം സസന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അധർമ്മത്തിന്റെ പടക്കളത്തിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അനൗൺസ് ചെയ്തു പോയില്ലേ ഉദ്ഘാടനം? അവിടെ തറക്കല്ലിട്ടിട്ടുള്ളല്ലോ, പിന്നെ ഇങ്ങനെ ഉദ്ഘാടനം നടക്കണേ? കല്ലിട്ടില്ലേ? നമ്മുടെ മന്ത്രി കല്ലിട്ടല്ല, പിന്നെ എന്താ ഉദ്ഘാടനം ചെയ്യണേ? അത് മോശമല്ലേ? ബിൽഡിംഗ് ആവാണ്ടോ ഉദ്ഘാടനം നടക്കല്? ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് ഞങ്ങളുടെ സർക്കാരിന് അറിയാം. തന്നെ പോലെയുള്ള ഒരു പീഡിയത്തിനേൽ വന്നിരുന്ന എല്ലാ അതിന്റെ കാര്യങ്ങൾ തീരുമാനിക്കും. 26-ാം തീയതി ഒരു വിളിച്ചു പറ. 26-ാം തീയതിനുള്ളിൽ കല്ലിട്ട് ഒരു ബിൽഡിംഗ് പണി പൊന്തുവോ? ഞാൻ അതേ ചോദിക്കണോ. 26-ാം തീയതി കഴിയൂ. നടക്കാത്ത കാര്യം ഞങ്ങൾ പറയാറില്ല, ചെയ്യാറില്ല. അല്ല, ഞാൻ ഇപ്പൊ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഇത്രയും ബിൽഡിങ്ങുകളുടെ ഉദ്ഘാടനം ഇങ്ങനെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണത് വരാൻ പോണ ഈ ഇലക്ഷനെ മുൻകൂട്ടി കണ്ടിട്ടല്ലേ? നൂട്ടാ, ഈ നവലിബറൽ ആശയങ്ങളും കൊളോണിയലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഒരു അന്തർധാര നിനക്കറിയാല. അതിന്റെ ബഹിസ്ഫുരണമാണ് ഇതൊക്കെ. ഞമ്മളോ ബഹിസ്ഫുരണോ? ഇതല്ലേ ഈ ഇടത്തിനോട് വെച്ച് നോക്ക്. ഞാൻ ഈ പീഡിയക്കൊലയിൽ വന്ന് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതുവരെ എന്നെ ആരും ബഹിസ്ഫുരണം ഒന്നും വിളിച്ച് കളിയാക്കിയില്ല. കാര്യമായിട്ടും തെറി പറഞ്ഞല്ലേ നിങ്ങളെ? പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ടുള്ളത്. എടാ, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് എല്ലാം ശരിയാക്കൂന്ന്. മുഴുവൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ശരിയാക്കിയേക്കണ കാര്യങ്ങൾ ഞങ്ങളായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരാളെയും ബോധ്യപ്പെടുത്താനാ. ഞങ്ങൾക്ക് ആരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു മനുഷ്യനും വോട്ട് ചെയ്യാതിരിക്കൂല. തനിക്ക് കിറ്റ് കിട്ടണ്ട മേടി നക്കിയാ തനിക്ക് പെൻഷൻ തന്നെ ഉണ്ടാ. എന്നിട്ടല്ലേ ഈ പീഡിയറാത്ത് വന്നിരിക്കണ. അപ്പൊ താൻ ആ വർത്താനം പറയണ്ട. ഞാൻ കണ്ടതാ ഈ റോഡ് നോക്ക്. ഇതിപ്പോ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്തു പോയ റോഡാ. ഇങ്ങനെയാണ് ഉദ്ഘാടനം നടത്തല്? എന്താ ഈ റോഡിന് എന്താ കുഴപ്പം? അത് ശരി. സാധാരണ റോഡിന്റെ ഉദ്ഘാടനം എങ്ങനെയാ പ്യാരിയ നടക്കല്? റോഡൊക്കെ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് താറൊക്കെ ഇട്ട് കുളൂസായി കഴിഞ്ഞിട്ട് അതിന്റെ ഉദ്ഘാടനം നടക്കല്. ഈ സാധനം ഈ മെറ്റൽ പോലും ഇവിടെ ഉണ്ടായില്ലല്ലോ. അപ്പൊ അത് റോഡ് ടാർ ചെയ്ത് അപ്പുറം ഇപ്പുറം വെള്ള വരയൊക്കെ ഇട്ട് പണിയാൻ വേണ്ടിട്ട് കൺവീനർ ഉത്തരവാക്കിയിട്ടുണ്ട്. അത് ചെയ്യുകയും ചെയ്യും. എന്റെ അടുത്തുണ്ടല്ലോ, ഭാരിച്ച് ജയിക്കാൻ പറ്റൂല. അല്ലെന്ന് വെറുതെ വല്ലതും പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും കൊല്ലൂടെ ജീവിച്ചിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ. ഈ മാസത്തെ കിറ്റും വന്നിട്ടുണ്ട്. അതിൽ 2 മാസ്കും ഉണ്ട്. പോയി മേടിച്ച് പറയാനല്ലേ. അതെ പേരേട്ടാ, ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഭരണം എന്ന് പറയണതേ ഉദ്ഘാടനം മാത്രമായിട്ട് ചുരുങ്ങി പോണെന്ന് പറയാനുണ്ട്. ജനങ്ങള് പറയുന്നുണ്ട്. നീ അത് പറയരുത്, ഇത് ഞാൻ ഒതുക്കി തരാം. മനസ്സിലാകില്ല, ഞാൻ പറഞ്ഞു കൊടുക്കാം. മൊയ്തൂക്ക, ഇപ്പോഴത്തെ ഈ സംസാരം പാർട്ടിക്കെതിരെ മന്ത്രിസഭക്കെതിരെയുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നവലിബറൽ ആശയങ്ങളുടെ വലതുപക്ഷ വ്യതിയാനത്തിന്റെ അമേരിക്കൻ സാമ്രാജ്യ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന ഒരു വികസനം അത് നമ്മളുടേതല്ലാതാക്കി മാറ്റാനുള്ള ഒരു ബാഹ്യശക്തികളുടെ ഇടപെടൽ ഇതിൽ നടപ്പുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ പാർട്ടീനെയും ഭരണത്തിനെയും വിമർശിക്കണം. അല്ലാതെ എന്താണ് നമ്മൾ ചെയ്യാത്തത്? പറഞ്ഞ നേരം തന്നെയാണോ അത്? പിന്നെ ഇപ്പൊ തന്നെ മൊയ്തൂക്ക, ഇത്രയും ഉദ്ഘാടനങ്ങൾ നടന്നേക്കുന്ന ഒരു കാലഘട്ടം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇത്ര ഉണ്ടാവൂല. ഇപ്പൊ തന്നെ ഈ മാസം തന്നെ 1000 ഉദ്ഘാടന പരിപാടികളാണ് പാർട്ടി ടാർഗറ്റ് ചെയ്തേക്കുന്നത്. 1000 നമ്മളുടെ ഈ സ്ഥാനത്തിലൂടെ പണിത പാലങ്ങള്, റോഡുകള്, സ്കൂളുകള്, സ്റ്റേഡിയങ്ങള്, മുഴുവൻ സാധനങ്ങളും എല്ലാം ഈ മാസം നമ്മൾ ഉദ്ഘാടനം ചെയ്യണേണ്. അത്രാവശ്യം ഭരണം നമ്മളെ കൈമ തന്നെ വരൂ. ഉറപ്പായിട്ടല്ലേ നമ്മൾ പ്രവർത്തിക്കണ്ട. അത് തുടർ ഭരണമെന്ന് പറഞ്ഞാൽ തുടർ ഭരണം തന്നെയാണ്. അല്ല വിചാരിയേ, കൈത്ത് നല്ല സ്വർണ്ണമാലയൊക്കെ ഉണ്ടല്ലോ. ഇതേടുന്നേ വികസനമല്ലേ മൈതൂക്ക? ഇത് കഴിഞ്ഞ പ്രളയത്തിൽ കുറച്ച് ഫണ്ട് പിരിച്ചതിൽ ബാക്കി വന്നു. അത് ഞങ്ങള് യൂണിയൻകാരൊക്കെ കൂടി പിരിവിട്ടെടുത്ത് ആ പൈസ ഇട്ട് ഇപ്പൊ വൈഫ് പറഞ്ഞ് ഒരു മാല മേടിച്ച് അങ്ങോട്ട് കഴുത്തിലിട്ടേരിയാലും ബുദ്ധിമുട്ടി നടക്കണല്ലേന്ന് ഓർത്ത്. പ്രളയത്തിന്റെ ഓർമ്മക്കായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയായി. പിന്നെ അരി കൊടുത്ത് വഞ്ചി ഇറക്കി അത് കഴിഞ്ഞപ്പോ കുറച്ച് ഫണ്ട് വന്നതാണ്. അർഹതപ്പെട്ടവരെ കണ്ടില്ല. അപ്പൊ പിന്നെ നമ്മള് ബുദ്ധിമുട്ടിയതാണ്. നമ്മളൊക്കെ തന്നെ അർഹതപ്പെട്ടവര്. അത് തന്നെ. അതെന്ന് പറഞ്ഞാല് നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി. എനിക്കൊരു കാര്യം ഉറപ്പാ, എന്റെ മനസ്സ്
ഒരു വലിയ സംഭവം ഉണ്ടോ മൊയ്തൂക്ക? എന്ത് സംഭവം? ഇതൊക്കെ കാര്യങ്ങളെ പറയണെന്ന് അറിയാം. വായിക്കൊള്ളാത്ത ഭർത്ത മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ കുറെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ വായി മൂടിക്കെട്ടുക. അതാണ് അവന്റെ സ്വഭാവം. പുള്ളി പറയണതൊക്കെ കൃത്യം കാര്യങ്ങൾ, നിങ്ങൾക്കത് മനസ്സിലാവാണ്ടാണ്. അതെ, ഇവന്റെ അച്ഛൻ കുറെ കാലപ്പെടെ ഒന്ന് വർത്താനം പറഞ്ഞാൽ അറിയാം. എനിക്ക് ഒരു വിവരവും ഇല്ലാത്ത വർത്താനം പറഞ്ഞു. കണ്ണുവെട്ടിച്ച് ഒരു ടിപ്പറിൽ ഗ്രാവല് പോയാണ്ടില്ലേ? കണ്ടെന്താ പോവാഞ്ഞ? പോണ എന്തിനാണ്? പൈസ 150 മേടിച്ച്. എന്നാ പിന്നെ അവനത് ഇവിടെ കൊണ്ടുവന്ന് തന്നൂടെ? വെറുതെ ഇപ്പൊ ആദ്യമായിട്ട് ഓടിക്കണ മനുഷ്യനിട്ട് ഇടങ്ങേറൊക്കെ കൊണ്ടുവന്ന് തന്നേച്ചാ മതി. നമ്മള് ചെന്നില്ലെങ്കിലേ അത് കുത്തിയിട്ട് മിണ്ടാതെ പോയി കളയും. ഇതാ ഞാൻ പറഞ്ഞേ, ഇപ്പം ഇവിടെ വരാൻ പോണ ഒരു MLA ആണ്. MLA ആവും പോയി, മന്ത്രി ആവണം. എന്തിനാണ് നീ പീഡിയറാത്തിരുന്ന് പോണ വണ്ടിയിൽ നിന്നൊക്കെ 150 മേടിക്കണ? എനിക്ക് ഇനി മന്ത്രിയാണ്. അല്ല, നല്ലതാണ്. അല്ല, എന്റെ ഈ രാഷ്ട്രീയത്തിലുള്ളൊരു കഴിവ് കണ്ടിട്ടാ ഞാൻ പറയണേ. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഈ പ്രത്യയശാസ്ത്രമായിട്ട് ചിന്തിച്ചിട്ട് ഈ നവലിബറൽ ആശയങ്ങൾ മനസ്സിലാക്കി ഇതാ ഞാൻ പറഞ്ഞേ, ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തില് വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതാ ഞാൻ പറഞ്ഞത്. അത്രയൊന്നുമില്ല. ഇങ്ങനത്തെ വർത്താനം പറഞ്ഞ ചെറുപ്പക്കാർ ബാത്ത് കുറവാ. നിങ്ങക്ക് മനസ്സിലാവാണ്ടാണ് നീ പറയണേക്ക. അയ്യയ്യേ, ആ ഒരു മന്ത്രിയാവാനുള്ള യോഗ്യത ഒക്കെ ഉണ്ടെന്ന് പറയാണ്ടോ? അതുണ്ട്. നമ്മള് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണം, അവർക്ക് നന്മ ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മതി, അത് മതി. അല്ലാതെ അങ്ങനെയല്ല സാർ, അത് കണക്കുണ്ടല്ലോ. പിന്നെ കണക്കുണ്ട്. അതായത് ഒരു 89 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ ഒരു 68 എണ്ണത്തിന്റെ ശിലാസ്ഥാപനവും. ഒരു മിനിറ്റ്, എന്താ ഉദ്ഘാടനം കഴിഞ്ഞ 8 എണ്ണത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. ഉദ്ഘാടനം കഴിഞ്ഞില്ല സുമേഷേട്ടാ? പിന്നെ ഉണ്ടല്ലേ? അല്ല അല്ല, അത് ഇവിടെ പറഞ്ഞതാ. അല്ല കഴിഞ്ഞില്ല. അത് മാത്രല്ല, ഒരു 43 പദ്ധതികളുടെ ഉദ്ഘാടനവും 25 പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഈ മാസം നടക്കാണ്ട്. ഇങ്ങോക്ക് ആ 9 എണ്ണത്തിന്റെ പണി നടക്കൂല. അത് ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താ പറഞ്ഞത്? ആ 9 എണ്ണത്തിന്റെ പണി നടക്കൂലെന്ന്. ഇത് സുമേഷേട്ടൻ ശരിക്കും ഭരണപക്ഷത്താണോ അതോ പ്രതിപക്ഷത്താണോ? നമ്മൾ ഭരണപക്ഷത്തല്ലേ. പിന്നെ നമുക്ക് തന്നെ ഭാരം വെച്ചോണ്ടിരുന്ന എങ്ങനെ? നേരാണല്ല. ഞാനേ അത് പറഞ്ഞപ്പോ എല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു പോയി. നല്ല ആളാണ് കേട്ടോ. ഞാൻ ആൾക്കാരായിട്ട് എന്തെന്ന് വിചാരിക്കാം. ഞാൻ വേറെ ആളുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കണേ. അത് നമ്മൾ ചെയ്യാറുണ്ടോ പ്രവർത്തനം? ചെയ്യാറില്ലേ? എന്ത് ഉദ്ദേശിക്കണത്? എലക്ഷൻ എടുക്കാറായി, കളിക്കല്ലേട്ടാ. മരുന്നൊക്കെ കഴിക്കലുണ്ടപ്പോ കറക്റ്റ്? മരുന്നൊക്കെ കറക്റ്റ് കഴിക്കണ്ടോ? 9 എണ്ണം ഇപ്പൊ 4 ആയി. ഇനിയിപ്പോ ഈ പാരമ്പര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഇതിന്റെ പുറകിലുണ്ടായിക്കോട്ടാ. എന്നാ നോക്കണം കേട്ടോ. അതൊക്കെ നോക്കിയോളൂ, ഉഷാറായിട്ട് ഇറങ്ങും കേട്ടാ. പിന്നെ എല്ലാ സത്യങ്ങളും ഇങ്ങനെ വെട്ടി തുറന്ന് പറയണമെന്നില്ല. കുറെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനത്തിന്. ഇപ്പൊ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ എന്ന് പറയാ. അപ്പൊ ഇനി ഒന്ന് ശ്രദ്ധ ഉണ്ടായിക്കോട്ടെ കാര്യങ്ങളില്. ഹലോ. മനസ്സിലായി. പറഞ്ഞോളൂ. എന്താ? എന്റെ പൊന്നു മാഷെ, സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരെ വിളിക്കാൻ പറ്റുമോ ഈ സമയത്ത്? അല്ല നടക്കില്ല.